ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്ന ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ഫോണിനെ നമുക്ക് റൂട്ട് ചെയ്യാതെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ CPU-ൻ്റെയും റാമിൻ്റെയും പ്രവർത്തനത്തെ നമുക്ക് കൂടുതൽ ഫ്രീ ആക്കി വിടാനായിട്ടും ഈ ആപ്പ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും നിരവധി ആപ്പുകളാണ് നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും, ചിലതൊക്കെ നമ്മൾ മറന്നുപോകും. അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഈ ആപ്പ് കണ്ടെത്തി ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ചെയ്യും. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്പുകളെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ചെയ്യും. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഫോണിനെ നമുക്ക് റൂട്ട് ചെയ്ത് ചില കമാൻഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ഫോണിനെ ഗെയിമിംഗ് ഫോണും അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങും മൾട്ടി ടാസ്കിങ്ങും ഒക്കെ പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ഫോണിനെ റൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളുടെ ഫോണിനെ അതേ രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് BREVENT എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ബ്രിവെൻ്റ് എന്നുള്ളൊരു ആപ്പ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം 2-3 MB കാണുള്ളൂ, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പെർമിഷൻ, സെക്യൂരിറ്റി, അതിനുശേഷം നമുക്കിവിടെ എൻജോയ് എന്ന ഭാഗം കാണാം, അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ലോഞ്ച് പ്രിവെൻ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ എലോ എന്ന ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫോൺ അതായത് വയർലെസ് ഡീബഗിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ വയർലെസ് ഡീബഗിങ് എന്നുള്ള ഓപ്ഷൻ നമ്മളുടെ ഫോണിൽ എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ബിൽഡ് നമ്പർ എന്ന നമ്മളുടെ ഫോണിൽ കാണാനായിട്ട് സാധിക്കും. അതിലൊരു 4 തവണ നമുക്ക് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ഫോണിലെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ബ്രിവെൻ്റ് എന്ന ആപ്പിലേക്ക് തിരിച്ചു പോകാം. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, താഴെ വയർലെസ് ഡീബഗിങ് പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് മുകളിലായിട്ട് നമുക്കൊരു വയർലെസ് പെയർ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് അതിന് താഴെ നമുക്കൊരു റീപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന ആ 6 ഡിജിറ്റ് കോഡ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിവിടെ കാണുന്ന ഈ 6 ഡിജിറ്റ് കോഡ് എന്ന ഭാഗത്ത് ഒരിക്കലും നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഡെവലപ്പർ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ വയർലെസ് ഡീബഗിങ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ രണ്ടാമതായി കാണുന്ന പെയർ ഡിവൈസ് വിത്ത് പെയറിംഗ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ ടാപ്പ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കൊരു കോഡ് ലഭിക്കുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് പെയറിംഗ് കോഡ് ഫെയിൽ ആകാതെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കുറിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ റീപ്ലൈ എന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വന്ന ആ റീപ്ലൈ എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്കിവിടെ ആ കോഡ് എൻ്റർ ചെയ്യാം. 15820 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വയർലെസ് പെയർഡ്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു പോയി നോക്കാം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു ജസ്റ്റ് റിട്രീവിങ് ആപ്സ് എന്നുള്ള ജസ്റ്റ് മൊമെൻ്റ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നമ്മളുടെ ആപ്സ് എല്ലാം ഇവിടെ ഇനി ബ്രിവെൻ്റ് കൺട്രോൾ ചെയ്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസും എല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്ത് ഈ ആപ്പ് തരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഇഗ്നോർ എന്ന ഭാഗത്ത് അവർ ഇഗ്നോർ ചെയ്ത് നമുക്ക് വളരെയധികം നമ്മളുടെ ഫോണിന് സ്പീഡും പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊന്നുമല്ല ഈ ആപ്പിൻ്റെ പ്രത്യേകതകൾ. അടുത്ത നെക്സ്റ്റ് നമുക്ക് ഒരു വീഡിയോയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കമാൻഡ് ടൈപ്പ് ചെയ്ത്, അതായത് ചില കമാൻഡുകൾ ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അതായത് മോഡ്യൂൾസ്, നമുക്കറിയാം ഫോൺ റൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചില മോഡ്യൂൾസ് എനേബിൾ ചെയ്ത് നമുക്ക് ഗെയിമിങ്ങിനായാലും അതേപോലെ തന്നെ ഫോണിൽ വീഡിയോ എഡിറ്റിംഗ് മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്നവർക്കായാലും ഇത് വളരെയധികം ഉപകാരപ്പെടും. അതായത്
അതായത് ഇനി കുറച്ച് മോഡ്യൂൾസിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ആ മോഡ്യൂൾസും കൂടി നമ്മുടെ ഫോണിൽ വരുന്നതുകൂടെ കുറച്ചും കൂടിയും നമ്മുടെ ഫോണിനെ പെർഫോമൻസും അതേപോലെ തന്നെ പവർഫുള്ളാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.